ഹലോ ഗൈസ്, നമ്മളിന്ന് മീൻ പിടിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ റോഷൻ മോഹൻ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ബട്ടൺ അടിക്കുക, അടിച്ച് പൊട്ടിക്കുക, അടിച്ച് കയറി വാ എല്ലാവരും. ഹലോ ഗൈസ്, ഞാൻ ഇന്ന് തോട്ടിലാണ് നിൽക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, തോട്ടിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പം മഴക്കാലം ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തോട്ടിലേക്ക് ഇറങ്ങാം. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു മീൻ പിടിക്കാൻ പോകാമെന്ന്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് തന്നെ. എൻ്റെ സമയം മെനക്കെടുത്തിട്ട് ഞാൻ ഇന്ന് എന്തൊക്കെ മീനാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. പക്ഷേ തോട്ടിലെ മീൻ കഴിക്കില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്ലോബ് ചെയ്യുന്നതിന്. പക്ഷേ നിങ്ങൾ കാണുക, നിങ്ങൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, തോട്ടിലെ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. കണ്ടില്ലേ, നിങ്ങൾ ഇത് തോട്ടിൻ്റെ മീനൊക്കെ കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് നെടുമീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെടുമീൻ ഇന്ന് കിട്ടിയിരിക്കും. ഈ കാറിൽ എന്നോട് പറഞ്ഞിരിക്കുന്നത് നെടുമീൻ കിട്ടിയിരിക്കും എന്നാണ് പറഞ്ഞത്. നെടുമീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിന്ന് വെച്ച് പൊളിക്കണം. ഹലോ ഗൈസ്, അത് ഇവരുടെ ചൂണ്ടയാണ്. ഇത് കണ്ട, ഇതാണ് പന്നീര. പന്നീര ഇട്ടിട്ടാണ് നമ്മൾ മീൻ പിടിക്കാനുള്ള സെറ്റപ്പ്. പക്ഷേ ഇന്ന് മീൻ പിടിച്ചിട്ടേ നമ്മൾ ഇന്ന് പോവുള്ളൂ നമ്മുടെ നാട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി കാരണം എങ്ങനെയാണ് ഇത് വരുന്നത്? പാർക്കിനകത്താണ് വരുന്നത്. ആ പാർക്കിനകത്താണ് ഇടുന്നത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും കടിക്കാൻ മീൻ കിട്ടുമല്ലോ, നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് കാണാം. എല്ലാവരും അടിച്ചു കയറി വാ. അതാ മീൻ പിടിക്കാൻ നിൽക്കുകയാണ് നമ്മുടെ ചങ്ങായി. ഇന്ന് നമ്മളിന്ന് മീനൊക്കെ ഇന്ന് പിടിച്ച് നമ്മളിന്ന് ഫ്രൈ ഒക്കെ ചെയ്ത് അടിക്കാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഇന്ന് സന്തോഷമായി നമ്മളിത് മീൻ പിടിച്ചിട്ട് കൊണ്ടാണ് നമ്മുടെ ചാർലിയാണിന്ന് മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് നിൽക്കുന്നത്. അളിയെന്ന് മീൻ പിടിച്ചിട്ട് അടങ്ങുള്ളൂ. നമ്മുടെ സുഹൃത്തായ നമ്മുടെ ചാർലിയാണ് നമ്മുടെ മീൻ പിടിക്കാനായിട്ട് നിൽക്കുന്നത്. സംഭവം എന്തൊക്കെയാണെന്ന് സെറ്റപ്പാണെന്ന് അറിയില്ല. പക്ഷേ ആളിത് വാരത്തിലൊക്കെ ആ വാരത്തിലൊക്കെ ഒന്ന് മീനിട്ടൊന്ന് പിടിക്കാനുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. ചൂണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതായത് അടിയൊഴുക്കാണ്. വെള്ളം കണ്ടില്ലേ, നിങ്ങളിപ്പോൾ കാണുന്നില്ലേ? ഇതിൻ്റെ ശരിക്കും വെള്ളമാണ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത്. അത് മഴ കൊണ്ട് നിറഞ്ഞിട്ടത് മേൽഭാഗത്ത് നിന്നാണ് വെള്ളം മൊത്തം ഇങ്ങനെ കടന്നു വരുന്നത്. ഇത് അവിടെ രണ്ടുപേരുണ്ട്, അവരുണ്ട് സുഹൃത്തുക്കളാണ്. അവർ മീൻ പിടിക്കാനായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, ഇവിടെ ഭയങ്കര മഴയാണ്. മഴയും വെയിലുമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളിത് മീൻ പിടിക്കാനായിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പിലാണ്. മഴയാണ് മഴ, എന്നാലും നല്ല വെയിലും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളിത് മീൻ പിടിച്ചിട്ട് അടങ്ങണം എന്നുള്ളൊരു വാശിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഹലോ ഗൈസ്, നമ്മൾ ഈ മഴയത്തും വെയിലത്തും നിന്നാണ് ഞങ്ങൾ മീൻ പിടിക്കാനുള്ള സെറ്റപ്പിലാണ് ഗൈസ്. ഈ കോട്ടിൻ്റെ വിലയൊന്നും ആരും ചോദിക്കില്ല. ആകെപ്പാടെ 20 രൂപയുള്ളൂ. ആകെപ്പാടെ പ്ലാസ്റ്റിക് കോട്ടാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഗൈസ് കണ്ട മീൻ കണ്ട കിടന്ന് നല്ല അടിപൊളിയായിട്ട് കിടന്ന് പിടയ്ക്കണം. ഇന്ന് പിടയ്ക്കണ മീനാണ് ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് ഗൈസ്. നിങ്ങളിത് കാണണം ഗൈസ്. ഇതിൻ്റെ പേരാണ് ആരിൽ നിന്നാണ് പേര്. നമ്മുടെ തോട്ടിൽ നിന്നാണ് നമ്മൾ പിടിച്ചത്. നമ്മൾ പിടിച്ചതാണ് നമ്മുടെ ചാർലിയാണ്. ചാർലി, ഇതെങ്ങനെയാണ് ഇത് പിടിച്ചത്? ഹലോ ഗൈസ്, നമുക്കിന്നൊരു നല്ല അടിപൊളി ഒരു മീൻ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ മീൻ പിടിക്കാൻ പോയിട്ടാണ് നമ്മൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ആരെന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടോ ഗൈസ്, നിങ്ങളിത് കാണണം. ഇത് ഞങ്ങളിത് വറുത്തും പൊരിച്ചും കരിച്ചും തിന്നാൻ പോവുകയാണ് ഗൈസ്. കണ്ടിക്കുകയാണ് കണ്ട സംഭവം. കണ്ടോ, ഇത് നമ്മൾ പിച്ചാത്തി വെച്ചിട്ട് അത് മുറിക്കുകയാണ് സംഭവം. ആള് ചാർലി അത് മുറിച്ച് അതിന് ബ്ലഡൊക്കെ കയ്യിലായിട്ടുണ്ട്. ശരിക്കും ഗൈസ് നിങ്ങളിത് കാണേണ്ടതാണ്. നമ്മുടെ തോട്ടിൽ നിന്ന് കിട്ടുന്ന മീനാണ് കേട്ടോ. ശരിക്കും അത് കണ്ടോ, ശരിക്കും കണ്ടോ ഗൈസ്. ഒരു പെരും മഴയത്തിലൂടെയാണ് ഒരു സാധനം കിട്ടിയിരിക്കുന്നത് ഗൈസ്. കാണാ, ഇപ്പോഴാണ് ഒരു നെട്ടിമീനായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അല്ല ഗൈസ്, നിങ്ങളിത് കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിയുക. ഭയങ്കര മഴ. എന്തായാലും നമ്മൾ പിടിച്ചിരിക്കുന്നത് ചാർലിയാണ് പിടിച്ചിരിക്കുന്നത്. രണ്ടാമത് ചാർലി നമുക്ക് വേറെ സാധനം കൂടെ കിട്ടിയിരിക്കുകയാണ്. അതിന്റെ പേരെന്താ പറയും? ആ ആരിൽ മീൻ ഒന്നുകൂടെ കിട്ടിയിരിക്കുന്നത്. നെടുമീനാണ്. അല്ല, ഇത് ഏത് മീൻ? നെടുമീനല്ല. ആരിൽ മീനാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും അടിച്ച് കയറി വാ. നമ്മളിത് മീൻ പിടിച്ചിരിക്കുന്നത് ചാർലി അടിച്ച് കയറി വാ. ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ. ഹലോ ഗൈസ്, നമ്മൾ മീനൊക്കെ പിടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഹലോ ഗൈസ്, എല്ലാവരും അടിച്ച് കയറി വാ. ഇത് കണ്ടില്ലേ മീനണ്ട? പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്നാ കണ്ട, ഇത് തോട്ടിൽ നിന്ന് കിട്ടിയ മീനാണ്. നമ്മൾ ചൂണ്ടൊക്കെ ഇട്ട് പിടിച്ചാണ് നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്കിനി കണ്ടിരിക്കാം. ഓക്കെ, ബൈ.